അപ്പോൾ എനിക്ക് പറയാമല്ലോ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ BJPയുടെ പ്രാഥമിക അംഗത്വം സ്വീകരിച്ചിട്ടില്ല. നാളെ രാവിലെ 10:30 മണിക്ക് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് ആണ് എനിക്ക് മെമ്പർഷിപ്പ് നൽകുന്നത്. ഇന്നിപ്പോൾ നിങ്ങളെല്ലാം വന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ പ്രാഥമികമായി BJPയിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ 2 ദിവസമായി നിങ്ങളുടെ അടുത്ത് 3 ദിവസമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. സാഹചര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 ടേമിൽ അല്ലെങ്കിൽ കഴിഞ്ഞ BJP സർക്കാർ തുടർന്ന് വരുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ആകർഷകമായിട്ടാണ് ഞാൻ BJPയിലേക്ക് കടന്നു വരാനായിട്ട് തീരുമാനിച്ചത്. നിരവധി പ്രാവശ്യം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊരു മറ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലുതാണ്. ഇന്ത്യക്കുണ്ടായ വളർച്ച വലുതാണ്. അപ്പോൾ അതും പ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അത് ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം എന്നോടൊപ്പമുണ്ട്. നമ്മൾ വലിയൊരു കുടുംബമാണ്. ഈ പ്രദേശത്തെ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ, എന്റെ മകനായ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം ബിതിൻ എല്ലാം എന്നോടൊപ്പമുണ്ട്. ഇപ്പൊ ഓരോരുത്തരായി എന്നെ പറഞ്ഞാൽ നിരവധി പാർട്ടി മെമ്പർമാർ. ഇന്നലെ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് ഒരാൾ പോലും എന്നോട് വരികയില്ല എന്നുള്ളതാണ്. എന്നാൽ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ദീർഘകാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇതാണ് എനിക്ക് ചുരുങ്ങിയ വാക്കിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നാളെ രാവിലെ 10:30 മണിക്ക് നമുക്ക് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കാണാം. അവിടെ വച്ച് ഞാൻ വളരെ ബഹുമാനത്തോടെ BJPയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുകയാണ്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, അതൊക്കെ സ്വാഭാവികം. ഇന്നലെ ഇന്നൊന്നും വന്നില്ലല്ലോ. 2 ദിവസമായി പാർട്ടിയുടെ സംഘടനാ രീതി എന്താ? ഒരു സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആ നിമിഷം പുറത്താക്കുന്ന സംവിധാനമല്ലേ ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം പാർട്ടി ഒരുപാട് പുറകോട്ട് പോയി. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കളെ കൂട്ടിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ CPM എത്തിയില്ലേ? നമ്മൾ കണ്ടതല്ലേ, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? ലോക്കൽ സമ്മേളനത്തിൽ പ്രശ്നങ്ങൾ, ലോക്കൽ സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളെ കൂട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ആ അച്ചടക്കം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ വന്നൊരു പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഞാൻ. 1982 പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന ആളാണ്. പെട്ടെന്ന് വന്നൊരു പാർട്ടി സഖാവല്ല. എന്നാൽ ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെയല്ലേ അവർക്ക് അതിന് കഴിഞ്ഞുള്ളൂ. വ്യക്തമായ തീരുമാനം എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ അവർ 2-3 ദിവസമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നെ വിളിക്കുന്നു, സെക്രട്ടേറിയറ്റ് മെമ്പർമാർ എന്നെ വിളിക്കുന്നു, മറ്റുള്ള നേതാക്കൾ എന്നെ ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരത്തെ 5 മണി വരെ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചല്ലോ. അങ്ങനെ ഒരു കാലഘട്ടമല്ല. BJPക്ക് വേരോട്ടം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായി ഇന്ത്യയിലും BJPക്ക് ഇന്ന് വലിയ വളർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ, ഈ മണ്ഡലത്തിൽ, ഈ ചെറിയങ്കൽ മണ്ഡലത്തിൽ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJPക്കും CPMനുമായി 2000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ മണ്ഡലം അടുത്ത പ്രാവശ്യം CPM ഭരിക്കും, അല്ല BJP ഭരിക്കും. CPMന് വളരെ പുറകോട്ട് പോയില്ലേ? അതിനുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. BJPക്ക് വേണ്ടി എങ്ങനെയാണോ CPMൽ പ്രവർത്തിച്ചത് അതിനേക്കാൾ ഉപരി മോദിജിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് രാവിലെ ബി ജോയ് പറഞ്ഞത് താങ്കൾ CPMൽ ഇരിക്കുമ്പോൾ തന്നെ BJPയുമായി ഒരു പാലം ഇട്ടിരുന്നു, BJPയുമായി സമ്പർക്കം പുലർത്തിയിരുന്നു, അന്ന് പോലെ താങ്കൾ BJPയിൽ ചേരാനുള്ള നീക്കം നടത്തിയെന്നാണ് രാവിലെ മെനിങ്ങാന്ന് 1 മണിക്ക് ശേഷമാണല്ലോ ഈ തീരുമാനം എടുക്കുന്നത്. ബഹുമാനപ്പെട്ട സുരേഷ് ജി ഇവിടെ വന്നു, ബഹുമാനപ്പെട്ട മുരളീധരൻ ഇവിടെ വന്നു, അങ്ങനെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് TV രാജേഷ് വന്നു, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുടെ ഒരാളായ ശിവൻകുട്ടി വന്നു. BJPയുടെ മുഴുവൻ പ്രവർത്തകരും ഇന്നിവിടെ ഉണ്ടല്ലോ. അതിനോടൊപ്പം BJPയുടെ പ്രവർത്തകരുമുണ്ട്. ഇതൊന്നും വെറുതെ നേരത്തെ ആലോചിച്ച് CPM എന്നോട് കാണിച്ച അവഗണന
എന്താ അവർക്ക് എന്റെ സേവനം മതിയെന്ന് തോന്നിയതാണോ? അത് അഹങ്കാരത്തിന്റെ ഭാഗമാണോ? CPM ഞാൻ ഇപ്പൊ ഇത് അതിൽ നിന്ന് മാറി നിന്നിട്ട് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. അത് കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം. ഇന്നലെ വരെ ഇതൊന്നും പറഞ്ഞില്ല. ഒരു സാമ്പത്തിക ആരോപണം പറഞ്ഞില്ലല്ലോ. പാർട്ടിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച ഒരു പാർട്ടിയല്ലേ. ഞാൻ അതെല്ലാം നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 6 വർഷക്കാലമായി ഞാൻ ഇന്ന് പാർട്ടി ഏരിയ സെക്രട്ടറിയായി നിൽക്കുകയല്ലേ. ഒരു ആരോപണം ആരും പറഞ്ഞില്ലല്ലോ. ഒരു സമ്മേളനം നടന്നല്ലോ, പാർട്ടിയുടെ മംഗലപുരം ഏരിയ സമ്മേളനം നടന്നല്ലോ. 20 പേര് ചർച്ചയിൽ പങ്കെടുത്തല്ലോ. ഒരാൾ പോലും എനിക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിച്ചില്ലല്ലോ. പിന്നെ ഇപ്പോഴും എങ്ങനെ അവർക്ക് വന്നത് അങ്ങനെ സാമ്പത്തിക ആരോപണം? 27 ലക്ഷം രൂപ തിരുവനന്തപുരം ജില്ലയിൽ 19 ഏരിയ കമ്മിറ്റികളുണ്ട്. നിത്യ ചെലവിന് വകയില്ലാതെ നിൽക്കുന്ന ഏരിയ കമ്മിറ്റികളുണ്ട്. ആ സ്ഥാനത്ത് മംഗലപുരം ഏരിയയിലെ കമ്മിറ്റിക്ക് 27 ലക്ഷം രൂപ ബാലൻസ് വെച്ചാണ് അത് മാറി വന്നത്. കഴിഞ്ഞ 6 വർഷത്തെ പ്രവർത്തനം അവരൊന്ന് പരിശോധിക്കട്ടെ. ഇപ്പൊ ഒരുപാട് ആരോപണങ്ങൾ, ഇനി ഒരുപാട് പൈസ വരും, വാർത്തകൾ വരും, ഇതെല്ലാം വരും. ഇതെല്ലാം തരണം ചെയ്യാൻ ഞാൻ തയ്യാറ് തന്നെയാണ്. 6 മാസം കൊണ്ടാണ് സ്വന്തമായി ഭൂമി വാങ്ങി സ്വന്തമായി അതിമനോഹരമായ ഒരു കെട്ടിടം നിർമ്മിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. അപ്പോഴൊന്നും ഒരു ആരോപണം ഇല്ലല്ലോ. ആ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞല്ലോ. അപ്പോഴൊന്നും ഒരു ആരോപണം ഇല്ലല്ലോ. ഇപ്പൊ ഇതെല്ലാം ചിലതിന്റെ ഭാഗമായാണ് ഇങ്ങനെയെല്ലാം വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായി ഞാൻ ആലോചിച്ചു, ഒരു ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ, അപ്പൊ ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, അല്ല BJP ഉണ്ട്, CPM ഉണ്ട്. CPM നിന്നാണ് ഞാൻ പോകുന്നത്. വ്യക്തമായി ആലോചിച്ചതിന് ശേഷമാണ് BJPയിൽ ചേരുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചത്. താങ്കൾ കോൺഗ്രസ് സമീപിച്ചിരുന്നു, PV അൻവർ സമീപിച്ചിരുന്നു, താങ്കൾ BJPയിൽ പോകുന്നു. BJPയിൽ താങ്കൾ നരേന്ദ്രമോദിയുടെ ഭരണമാണ് താങ്കളെ ആകർഷിച്ചത്. എന്താണ് നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ച്? നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എന്നെ ബന്ധപ്പെട്ടിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു, PV അൻവർ എന്നെ ബന്ധപ്പെട്ടിരുന്നു, എല്ലാവരും ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ മോദിജി നടത്തിയിട്ടുള്ള വികസനം, നാട്ടിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും അത് ചെറുതായി കാണാനായിട്ട് പറ്റില്ല. കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? പെൻഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ, ലൈഫ് പദ്ധതി നടപ്പാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ. എന്ത് വികസന പ്രവർത്തനമായി അവർ നടത്തുന്നത്? ഇത്ര നിഷേധാത്മകമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു സർക്കാരുണ്ടോ? ഇന്നിപ്പോ മാറിയിരുന്നിട്ട് ഇന്ന് ഞാൻ ഇത് പറയുന്നത് ശരിയല്ല. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. ഒരുപാട് വശങ്ങളുണ്ടല്ലോ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, സർക്കാർ തലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആക്കി താങ്കളെ വീണ്ടും തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഈ മോദി സ്തുതി ഇല്ലല്ല, അതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്, ഏരിയ സെക്രട്ടറി ആവണമെന്ന് പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ അവരെല്ലാം പറഞ്ഞു ഏരിയ സമ്മേളനം വരെ നിൽക്കണം. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, ഈ രീതിയിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് പോകാനായിട്ട് പറ്റൂല. ഒരു കാരണം ഏരിയ സെക്രട്ടറി ആയാലും ഞാൻ മാറുമായിരുന്നു. എനിക്ക് ഇതിനകത്ത് നിന്ന് പോകാനായിട്ട് പറ്റൂല. അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഈ നിരവധി പാർട്ടി മെമ്പർമാർ എന്റെ കൂടെ നിന്ന് നിൽക്കാനായിട്ട് വന്നിട്ടുള്ളത്. നിരവധി പാർട്ടി മെമ്പർമാർ, ഇവിടെ എല്ലാം നിൽക്കുന്ന പാർട്ടി മെമ്പർമാരുണ്ട്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നേരത്തെ BJP പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. നേരത്തെ BJP പോകണമെന്നും അങ്ങനെ ഒരു തീരുമാനമില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ നേരിടുന്ന അവഗണന വലുതായിരുന്നു. എന്നെപ്പോലെ ഒരാള് നേരിടുന്ന അവഗണന വലുതായിരുന്നു. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയാൻ പറ്റും. ചിലപ്പോൾ അവരൊക്കെ എന്റെ സേവനം മതിയായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ദീർഘകാലമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒക്കെ നടത്തി വരുന്ന ഒരാളാണ്. ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉള്ള സമയത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും അത് നമ്മൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഇന്ന് അദ്ദേഹം ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ച പ്രസ്ഥാനത്തോട് വിട പറയാൻ തീരുമാനിക്കുന്നു. പകരം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള നയങ്ങൾ, ആ നയങ്ങളോട് അദ്ദേഹം യോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളോടും
പ്രത്യയശാസ്ത്രത്തോടും യോജിച്ചു കൊണ്ടുവരുന്ന എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുമുള്ള പാരമ്പര്യം, ആ അനുഭവജ്ഞാനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് പാർട്ടി അദ്ദേഹവുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം.